അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എന്റെ ശിരസ് നമിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിന്റെ ദിവ്യ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. ഈ ഭദ്രാസനത്തെ നയിച്ചു ഭരിച്ച എല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഇടവകയിൽ ശ്രേഷ്ഠമായ നേതൃത്വം നൽകിയ വൈദിക ശ്രേഷ്ഠതയെല്ലാം നമുക്ക് ഓർക്കണം. ഒന്നിനായ ദാനിയേലച്ചൻ, ഒന്നിനായ മത്തായിയച്ചൻ, ഇവരെ എല്ലാവരെയും ഇടവകയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവക വളരെ അനുഗ്രഹീതമായ ഒരു ഇടവകയാണ്. കാരണം പൗരോഹിത്യ പാരമ്പര്യം ഇടവകയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഭദ്രാസനത്തിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുന്ന, പ്രത്യേകിച്ച് എനിക്ക് ഇടത്തും വലത്തും നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഇടവകാമകൂടെയായ ബഹുമാനപ്പെട്ട നോബിളച്ചൻ ഫാദർ എം ജെ ദാനിയൽ, അദ്ദേഹവും ഇടവകയുടെ സന്താനമാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കും. അതുപോലെ തന്നെ 2 വൈദിക വിദ്യാർത്ഥികൾ ഇടവകയിൽ നിന്ന് ഇപ്പോൾ തന്നെ സെമിനാരിയിൽ പഠിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരാളുള്ള വിദ്യാർത്ഥിയാണ്. റോജനും ഫെമിനും ഇടവകയുടെ സന്താനങ്ങളാണ്. അവരും പൗരോഹിത്യ പദവിയിലേക്ക് വരുമ്പോൾ ഇടവകയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് നമുക്ക് ഓർക്കാം. അച്ഛനും ഇടവകയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമുക്ക് വലിയ അനുഗ്രഹമായി നന്ദിയോടെ സ്മരിക്കുന്നു. ഇടവകയ്ക്ക് അടുത്ത കാലത്ത് നേതൃത്വം നൽകിയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടവകയെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോയിക്കുട്ടി അച്ഛനും ബഹുമാനപ്പെട്ട തോമസ് ചെറിയാൻ അച്ഛനും, 2 അച്ഛന്മാർക്കും ആരോഗ്യം അത്ര നല്ലതല്ല. ചെറുപ്പമാണെങ്കിലും ഒത്തിരി രോഗങ്ങളൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതൊന്നും വകവയ്ക്കാതെ രാവും പകലും എന്നില്ലാതെ അത്യധ്വാനം ചെയ്ത ആ വൈദിക ശ്രേഷ്ഠരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഒരുപക്ഷെ മത്തിയാസച്ചന്റെ പേര് പറയാതിരിക്കുവാനായിട്ട് നിവർത്തിയില്ല. അദ്ദേഹം ഇവിടെ വികാരിയായിരിക്കുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ, ഒത്തിരി ഓട്ടം ഓടി ഈ പണി ഒരു ഘട്ടം വരെ എത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സേവനങ്ങളെ മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ അച്ഛനോട് കാപ്പി കുടിച്ച അവസരത്തിൽ പറയുകയായിരുന്നു, അച്ഛന് പല ദേവാലയങ്ങളിൽ ചെന്ന് അച്ഛൻ പണിയൊക്കെ തുടങ്ങിയിട്ട് പൂർത്തിയാകാറാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് മാറ്റും. വേറെ പള്ളിക്ക് ഇതുപോലെ അച്ഛന്മാരെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കൂതാശയുടെ സമയത്ത് അച്ഛനായിരിക്കില്ല അവിടെ വികാരി. അച്ഛനെ ഒരു നാളും ഇടവക മറക്കുകയില്ല എന്നുള്ളത് തെളിവാണല്ലോ. അവർ കാണിക്കുന്ന സ്നേഹം മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇടവകയുടെ സ്വന്തം പുത്രനായിരുന്നു, പിതാവായിരുന്നു പിതാവായ ഗീവർഗീസ് മാർ പോളികാർപ്പോസ് തിരുമേനി. അദ്ദേഹം അടുത്ത കാലത്താണ് കാലം ചെയ്തത്. ആ പിതാവിന്റെ ധന്യസ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിച്ച് ആ പിതാവിന്റെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം. ആ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരുമൊക്കെ ഇന്ന് സ്വർഗത്തിൽ ഈ സന്തോഷ ദിനത്തിൽ നമ്മോട് ആ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട് എന്ന് ഉറപ്പാണ്. ഇടവകയിലെ അനേക ശ്രേഷ്ഠരായ വ്യക്തികൾ സഭയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് ശോഭിക്കുന്നു. നമുക്കറിയാം, അടുത്ത കാലത്ത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കൽപ്പിച്ച കമാൻഡ സ്ഥാനം നൽകിയ KS ജോൺ ബാബുച്ചാനോട് വന്നിട്ടുണ്ട്. ദുബായിൽ നമ്മുടെ പള്ളി പണിക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങളെയൊക്കെ മാനിച്ചാണ് ദുബായ് പള്ളിയുടെ ചുമതലയുള്ള മെലിത്യോസ് തിരുമേനിയുടെ താല്പര്യപ്പെടുത്തിട്ടാണ് അദ്ദേഹത്തിന് കമാൻഡ സ്ഥാനം നൽകുവാനായിട്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തീരുമാനിച്ചത്. അദ്ദേഹം ഈ കുദാശയിൽ സംബന്ധിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇടവകയിലെ അംഗമായ KM ജോൺ, അദ്ദേഹവും സഭയ്ക്ക് നൽകിയ ഈ ഭദ്രാസനത്തിന് നൽകുന്ന, ഇടവകയ്ക്ക് നൽകുന്ന സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. 2-3 പേരുകൾ കൂടി മാത്രം പെട്ടെന്ന് ബഹുമാനപ്പെട്ട ജോയിക്കുട്ടിയെ ചിങ്കാരിയച്ഛനെ ഒരു കാര്യം ഓർപ്പിച്ചു. എനിക്ക് തൊട്ട് മുമ്പ് ഈ ഭദ്രാസനത്തെ നയിച്ചു ഭരിച്ച പുണ്യസ്തോഹനായ മാർക്കോസ് മാർ കൂറിലോസ് തിരുമേനിയുടെ കാലത്താണ് ഈ പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. മാർക്കോസ് മാർ കൂറിലോസ് തിരുമേനി ഇട്ട അടിസ്ഥാന ശിലകത്തിന്മേൽ പണിതുയർത്തിയിരിക്കുന്ന പള്ളി ഉദാശ ചെയ്യപ്പെടുമ്പോൾ ആ വലിയ പിതാവും മാർക്കോസ് മാർ കൂറിലോസ് തിരുമേനിയും സ്വർഗത്തിലിരുന്ന് സന്തോഷിച്ച്
നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്ന് നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്വന്തം ഭവനം നിർമ്മിക്കുന്നതിനേക്കാൾ ഉപരി ആത്മാർത്ഥതയോടുകൂടി നേതൃത്വം നൽകിയ ഒട്ടനേകം പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാലും 1-2 പേരിൽ മാത്രം സമയം കുറവുള്ളത് കൊണ്ട് പരാമർശിക്കാതെ പോകാനും നിവൃത്തിയില്ല. അത് ഈ പള്ളിയുടെ ട്രസ്റ്റിയായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ KG കുരുവിള സാറാണ്, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടപ്പൻ സാർ. അദ്ദേഹത്തെ എങ്ങനെ നന്ദി പറഞ്ഞ് അഭിനന്ദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വാക്കുകളില്ല. ഇതിന്റെ ഓരോ ഘട്ടത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നോക്കുവാനും കാണുവാനുമായിട്ടൊക്കെ ഞാൻ വരുമ്പോൾ കുട്ടപ്പൻ സാർ എപ്പോഴും ഇവിടെ ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പകുതിയായിട്ടുണ്ട്. അതുപോലെ കഷ്ടപ്പെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് ഇടവകയ്ക്ക് മറക്കാനാവാത്ത സേവനമാണ് അദ്ദേഹം ട്രസ്റ്റി എന്ന നിലയിൽ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് തന്റെ സ്വന്തം ഭവനം നിർമ്മിക്കുന്നതിനേക്കാൾ ഉപരി ആത്മാർത്ഥതയോടുകൂടി ഈ സ്വന്തം ദേവാലയം പണിത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ട്രസ്റ്റി എന്ന നിലയിൽ കുട്ടപ്പൻ സാർ ചെയ്ത സേവനങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തോട് കൂടെ നിന്നുകൊണ്ട് ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന മനോജ്, അദ്ദേഹവും കുട്ടപ്പൻ സാറിന്റെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ ഇടവക നിർമ്മാണ പൂർത്തീകരണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോജിനെയും നന്ദിയോടെ ഇടവക സ്മരിക്കുകയാണ്. കുഞ്ഞുമ്മൻ സാറിന്റെ പേരും പ്രത്യേകം പറയുമ്പോൾ ഒത്തിരി പേരുകൾ പറയാറുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ പേരും സ്മരിക്കാതെ വയ്യ. ഇടവകയുടെ ജന്മസന്താനമാണ്. ഭദ്രാസനത്തിന്റെ ഓഡിറ്ററായി അനേകം നാൾ ശുശ്രൂഷ ചെയ്ത കുഞ്ഞുമ്മൻ സാറ് അനാരോഗ്യത്തിലും ഇടവകയുടെ നിർമ്മാണ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളെ നന്ദിയോടെ സ്മരിച്ച് നന്ദി അറിയിക്കുകയാണ്. ഭദ്രാസനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി എനിക്ക് എല്ലാ പിന്തുണയും നൽകി സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട CM ജോഷുവ, അദ്ദേഹവും സമ്പത്ത് കൊണ്ടും സംഭാവനകൾ കൊണ്ടും മറ്റെല്ലാ വിധത്തിലും കുടുംബമായി ഈ ദേവാലയ നിർമ്മാണ ഘട്ടത്തിലും പൂർത്തീകരണത്തിലും ഏറെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. സമയക്കുറവുള്ളതുകൊണ്ട് മറ്റു പേരുകളൊക്കെ ഞാൻ വിട്ടുപോകുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം. 80 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നു. അത് ഇടവകയുടെ വലിയ ഭാഗ്യമാണ്. ഇത്രയും പേര് 80 വയസ്സിന് മുകളിൽ ഇപ്പോഴും ഇടവകയിൽ ജീവിച്ചിരുന്ന് ഈ സന്തോഷ മുഹൂർത്തം അവർക്ക് കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവർക്ക് ആയുസ്സും ആരോഗ്യവും ഇനിയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവരെയും അനുമോദിക്കും. നമ്മുടെ പ്രിയപ്പെട്ട നിബുവിന്റെ പേര് പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം ഈ കുദാശയ്ക്ക് വേണ്ടി മാത്രം അവധിയെടുത്ത് വന്നതാണ്. നമ്മുടെ നോബിളച്ചന്റെ സഹോദരനാണ്. അദ്ദേഹം സൗദിയിലായിരിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും സഭയ്ക്ക് വേണ്ടുന്ന എല്ലാ സംഭാവനകളും ചെയ്യുവാനായിട്ട് അദ്ദേഹം ജോലി തന്നെ അവിടെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതെല്ലാം ഉപേക്ഷിച്ച് മുഴുവൻ സമയം സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇന്റർനെറ്റ് രംഗത്ത് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളെ സഭ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്നലെയും ഇന്നുമായി ഇടവകയുടെ ഈ വലിയ അനുഗ്രഹീത ദിവസങ്ങളിലെ മുഴുവൻ പരിപാടികൾ, കുദാശകർമ്മവും ഇന്നത്തെ വിശുദ്ധ കുർബാനയും ലൈവായിട്ട് മലങ്കര മിഷനിൽ ടെലിവിഷനിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത പ്രിയപ്പെട്ട നിബുവിനെ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യും. ആരുടെയും പേരുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി പേരുടെ പേരുകൾ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനൊന്നും സമയമില്ല. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ചെറുതും വലുതുമായ സംഭാവനകൾ ചെയ്ത്, മദ്ബഹ സ്പോൺസർ ചെയ്ത്, ലൈറ്റുകളുണ്ട്, മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഓരോരുത്തരും ഓരോ കുടുംബവും ഒക്കെ സ്പോൺസർ ചെയ്യുകയാണ്. UK-യിലും അമേരിക്കയിലും ഗൾഫ് നാടുകളിലും യൂറോപ്പിലും ഒക്കെയുള്ള ഇടവകാംഗങ്ങളൊക്കെ അവരുടെ കഴിവിനപ്പുറത്തേക്കിട്ടാണ് ഇടവക അത്ര മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്യുവാനും പണിപൂർത്തീകരിക്കുവാനും സാധിച്ചത്. അവരെല്ലാം നന്ദിയോടെ സ്മരിക്കുകയാണ്. 1 പൈസ മുതൽ ലക്ഷങ്ങൾ വരെ സംഭാവനകൾ ചെയ്തവരിവിടെ ഉണ്ടാവാം. അവരെല്ലാം ഒരേപോലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട നാമം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഇടവക ഇന്നലെ കുദാശ മുതൽ ഇന്ന് കണ്ടവരെല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഇത്ര മനോഹരമായ ഒരു ദേവാലയം അടുത്ത പ്രദേശത്ത് നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര മനോഹരമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടും പിതാക്കന്മാരും കൂടി വന്നിരിക്കുന്ന എല്ലാവരും
ഒരേ ശബ്ദത്തിൽ പറയുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ രൂപകൽപ്പന ചെയ്ത സഭയുടെ അരുമസന്താനമായ കമാൻഡർ സന്തോഷ് ജോണാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾക്ക് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മലങ്കരയിലുടനീളം ഭാരതത്തിന് വെളിയിലും സുറിയാനി സഭയുടെ മനോഹര ദേവാലയങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹത്തെ സഭ ഉപയോഗിക്കുന്നതിൽ, ദൈവം ഉപയോഗിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിൻ്റെ പുറകിലും മുമ്പിലും ഒക്കെ നിന്ന് പ്രവർത്തിച്ച എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അതുപോലെ ഇതിൻ്റെ പണികളിലെല്ലാം പങ്കുചേർന്ന പണിക്കാർ എല്ലാവരും നന്ദിയോടെ സ്മരിക്കുന്നു. ഏറ്റവും ഒടുവിൽ, എന്നാൽ ഏറ്റവും ആദ്യം പറയേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകളാണ്. ഞാൻ എത്ര പ്രാവശ്യം പണിയുടെ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ വന്നുപോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. പക്ഷേ വരുമ്പോഴെല്ലാം, ഇന്നലെ രാത്രിയിൽ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇവിടെ വന്ന് പണി എത്രയായി നോക്കാനായിട്ട് വരുമ്പോൾ ഇടവക മുഴുവനായിട്ട് ഇവിടെയുണ്ട്, സ്ത്രീകളടക്കം. ഒരു മാസം മുമ്പ് വരുമ്പോൾ ഇവിടുത്തെ യുവജന പ്രവർത്തകരെല്ലാം കൈകൊണ്ടും ഒക്കെ ഇവിടുത്തെ മൈക്കാട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇടവക ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കുചേർന്നത് എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി, അതിനൊക്കെ സന്തോഷത്തോടു കൂടി ഓർക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷകൻ എന്നത് എനിക്ക് ഇതൊരു വലിയ അഭിമാന മുഹൂർത്തമാണ്. ഈ പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹിച്ച ചെന്നിത്തല പ്രദേശത്ത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ വലിയ അഭിമാന സ്തംഭമായി നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ മനോഹരമായ ദേവാലയം പടുത്തുയർത്തുവാൻ നിങ്ങളെയും നമ്മയും സഹായിച്ച ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ ഉദാശ കർമ്മവും ഇന്ന് നടന്ന വിശുദ്ധ കുർബാനയും ഒക്കെ അനുഗ്രഹീതകരമാക്കി തീർത്ത പിതാക്കന്മാരോടും എല്ലാവരോടും ഇന്ന് വന്ന എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പോകുവാൻ എത്ര സ്വർഗീയമായ ഒരു ആരാധനയാണ് ഇവിടെ നടന്നത്. ഐസക് മാർ ഫിലിക്സിന് സിനിമേനിയുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് എല്ലാവരും കേട്ടറിഞ്ഞിട്ടുണ്ട്. ആ മനോഹരമായ ശബ്ദത്തിൽ ഇമ്പമാർന്ന സ്വർഗീയ വിശുദ്ധ കുർബാന കേൾക്കുവാൻ ഇന്ന് ഇടവകയ്ക്കും അതിന്റെ കൂതാശ ദിവസത്തിൽ തന്നെ ഭാഗ്യം ലഭിച്ചവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതിന്റെ പിതാക്കന്മാരെ എല്ലാവരും നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിന്റെ പിതാവായ തിരുമേനി അല്പം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം സഹിച്ച് ഈ പാവപ്പെട്ട ഇടവകയോടുള്ള സ്നേഹം അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ്. തിരക്കുണ്ടായിട്ടും അല്പസമയം നിന്ന് നമ്മെ അനുഗ്രഹിച്ചു. പിന്നെ ഭരണാവാസ് തിരുമേനി പുത്തൻകുരിശിലായിരുന്നു. 2-3 പ്രധാനപ്പെട്ട പരിപാടികൾ എല്ലാം ക്യാൻസൽ ചെയ്താണ് അദ്ദേഹം ഇന്നും ഇന്നലെയുമായി എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിച്ചത്. പിതാക്കന്മാരെ എല്ലാം ഒരിക്കൽ കൂടി അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അവരുടെ തൃപ്പാദങ്ങളിൽ നിങ്ങളുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ഈ ചുറ്റുമുള്ള ദേവാലയങ്ങളിലും സമീപ ഇടവകകളിൽ നിന്നും മറ്റു മദ്രാസനങ്ങളിലെ ഇടവകകളിൽ നിന്നുമൊക്കെ വന്നനുഗ്രഹിച്ച വൈദിക ശ്രേഷ്ഠർ അനേകം ഇവിടെ ഉണ്ട്. അവർക്ക് ഇടവകയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ സൂചന കൂടെയാണത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അവരുടെ ഭക്തിയാണ് അത് പ്രകടിപ്പിക്കുന്നത്. അവരെല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇടവകയിലെ മദ്രാസനത്തിലെ എല്ലാ അച്ഛന്മാരും അവരുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അനേകരുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാവാം. അത് ക്ഷമിച്ചിട്ട് സമയക്കുറവുണ്ടാണ് എന്ന് മാത്രം വിചാരിച്ച് നിങ്ങളെല്ലാവരെയും ഇടവകയെ മുഴുവനായി ഒരേ മനസ്സോടെ ഒരേ ദേഹിയായി കുറെ കാലങ്ങളായി നിങ്ങൾ അത്യധ്വാനിച്ചതിന്റെ പ്രതിഫലം നമുക്കിന്ന് അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഇനിയുള്ള കാലവും ഇടവക ഒറ്റക്കെട്ടായ ഒരു കുടുംബമായി ഞങ്ങളെ യഹോവയെ സ്തുതിക്കുമെന്നും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിൽക്കുമെന്നും സഭയുടെ അരുമസന്താനങ്ങളായി മുന്നോട്ട് ശുശ്രൂഷ ചെയ്യുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ അവസരത്തിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളും ഇടവകയുടെ കാവൽ പരിശുദ്ധനായ മോർഗീവറീസയുടെ ദിവ്യ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്റെയും നന്ദിയുടെയും സ്മരണകളിലൂടെ ചെന്നിത്തല ഹോറയിലൂടെ പുനർനിർമ്മാണ വേളകളിൽ പ്രയത്നിച്ചവരെയും പ്രവർത്തിച്ചവരെയും സഹകരിച്ചവരെയും ശുശ്രൂഷകൻ എന്ന നിലയിൽ സ്മരിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മോർ കൂറിലോസ് തിരുമേനിയോടുള്ള നന്ദിയും വിനയവും പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. ജ്ഞാനായ സമുദായത്തിന്റെ കല്ലിശ്ശേരി ലേഖന മെത്രാപ്പോലീത്ത ചെന്നിത്തലയും മാതാവും ഒരു പുഞ്ചപ്പാടത്തിന്റെ അകലം മാത്രം. ചെന്നിത്തലയുടെ നല്ല അയൽക്കാരൻ
മികച്ച ഭാഷാ പണ്ഡിതനും ഹൃദയവിശാലതയുള്ള ആകാരത്തിലും രൂപത്തിലും ശബ്ദഗാംഭീര്യത്തിലും സുറിയാനി സഭയ്ക്ക് അനുഗ്രഹമായി മാറിയ ഉജ്ജ്വലനായ പ്രഭാഷകൻ, അരമന മുറ്റത്ത് വിവിധങ്ങളായ കൃഷി ചെയ്ത് 100 മേനി ചെയ്ത് കൊയ്തെടുത്ത വലിയ ഇടയിൽ അഭിമന്യ ഡോക്ടർ കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹിച്ച് കൽപ്പിക്കുന്നു. യോഗ അധ്യക്ഷനായ കൊർലോസ് തിരുമേനി, വന്യപിതാക്കന്മാരായ ബർണബാസ് തിരുമേനി, ഒസ്താത്യോസ് തിരുമേനി, പ്രാസംഗികരെ അമേരിക്കയിലൊക്കെ പറയും ഫ്രൈ ചെയ്യുക എന്ന് പറയുന്നത്, ഇരുത്തിക്കൊണ്ട് പുഴുങ്ങോ പൊരിക്കുകയോ ഒക്കെ ചെയ്യുന്ന റോയിച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് സ്നേഹനിധികളായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, റോയിച്ചൻ പറഞ്ഞ ഒരു സത്യമാണ്. കാരണം ചെന്നത്തല പാടത്ത് അക്കരെയാണ് ഞാൻ. ഇക്കരെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഈ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായ ആണെങ്കിലും അദ്ദേഹം കോട്ടയത്ത് വന്നതാണ്. ഇവിടെ ഇരുന്ന എല്ലാ തിരുമേനിമാരും വളരെ ദൂരം ഉള്ളതിൽ ഏറ്റവും അടുത്ത് ഞാൻ. കാരണം ചെന്നത്തലയും മാന്നാറും അതുപോലെ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അവൈലബിൾ ഇപ്പോൾ കോൺഗ്രസിന് തിരുവല്ലയിലുള്ളത് കൊണ്ട് അവൈലബിൾ ആണെങ്കിലും അത് കൂടുതൽ അവൈലബിൾ ആകുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഹാളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പണിയുടെ ഏതാണ്ട് പ്രാരംഭ ദശ മാത്രം കഴിഞ്ഞിരുന്ന ഈ ഹോറൽ ദേവാലയം ഇത്ര പെട്ടെന്ന് പണി തീർക്കുവാൻ സാധിച്ചതിലെ ഇടവകക്കാരെ ആദ്യമേ തന്നെ അനുമോദിക്കും. കാരണം സാമ്പത്തികമായ ഭദ്രതയില്ലായ്മ എന്നൊക്കെ തോന്നാം എന്നുണ്ടെങ്കിലും തിരുമേനി പലപ്പോഴും പറഞ്ഞ് പാവപ്പെട്ട ഈ പള്ളി എത്ര പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കണ്ടാലൊക്കെ നല്ല യോഗ്യന്മാരും യോഗ്യത്തിലും ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വളരെയേറെ സന്തോഷമാണ്. കാരണം എൻ്റെ സ്വന്തം ജനം, കാരണം എൻ്റെ ദേശത്ത് ഒരു പള്ളി ഉണ്ടാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, മാന്നാർ ജ്ഞാനായ പള്ളിയിൽ ഒരു 3 പേർ കുർബാന നടക്കുമ്പോൾ അതിൻ്റെ ഒരു കാർമ്മികൻ ചെന്നിത്തലയിലെ വലിയച്ഛനെ, അന്ന് അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒരു കുർബാന ഉണ്ടെങ്കിൽ മാന്നാത്ത് കിഴക്കൻ തറകളിലെ ജയിക്കും അച്ഛൻ, രുചിയിലച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ദാനിയേലച്ഛനുമായി കുറെ കൂടെ അറിയുവാൻ തുടങ്ങി. ഞാൻ ചെമ്മാശനും അച്ഛനൊക്കെ ആയിരുന്നപ്പോൾ അച്ഛന് ആ ജീവിതത്തിന്റെ സായാഹ്നത്തിലെ കണ്ണുമൊക്കെ കാണാത്ത ഒരവസ്ഥയിലായിരുന്നു. ഈ 2 വൈദിക ശ്രേഷ്ഠതയും ഈ സമയത്ത് ഓർക്കുന്നു. ചെന്നിത്തല ഇടവകയെ മൊത്തമായി ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വാങ്ങിപ്പോയ ശ്രേഷ്ഠരായ പിതാക്കന്മാർക്കും വൈദികർക്കും മാതാപിതാക്കൾക്കുമൊക്കെ അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നടക്കുവാൻ പോകുന്ന മിസ്റ്റർ ജോണിന് കമാൻഡർ പദവി ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷം. കാരണം എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. ഞാൻ എപ്പോൾ ദുബൈ ചെന്നാലും ജോണിനെ വിളിക്കും, അല്ലെ ജോൺ എങ്ങനെയെങ്കിലും ഞാൻ വന്നിട്ടുള്ളതിനെ എന്നെ തപ്പിയെടുക്കും. എന്നിട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യും, പല സ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ജോണിന് ആവശ്യമായ അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് പരിശുദ്ധ സിംഹാസനം കൊടുക്കുന്നത്. കമാൻഡർ സ്ഥാനത്തേക്ക് പരിശുദ്ധ പിതാവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ജോൺ അവരുടെ അങ്ങയുടെ എല്ലാ ഭാവങ്ങളും എല്ലാ നന്ദിയും എല്ലാ അനുഭവങ്ങളും അറിയിക്കുന്നു. ഇവിടെ സഭയുടെ ആർബിഗിലോദിത്തോ സഭയുടെ എഞ്ചിനീയർ ആയ സന്തോഷ് ജോൺ ഇവിടെയുണ്ട്, മറ്റ് ശബരിയാളന്മാരുണ്ട്. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇതിനേക്കാളിലൊക്കെ എല്ലാവരെക്കാളിലുപരി ചെന്നിത്തലയുടെ ഊർജ്ജസ്വലരായ ഇടവകാംഗങ്ങളെ, ഇവിടുത്തെ യൂത്ത് അസോസിയേഷൻ അംഗങ്ങളെ, ഇവിടുത്തെ മർത്തമർഗം സമുദായ അംഗങ്ങളെ, അതുപോലെ തന്നെ ഈ ഇടവകയുടെ ഭാരവാഹിത്വം ആരെയും മാറ്റി നിർത്തി പറയുവാൻ സാധ്യമല്ലെന്ന് എനിക്കറിയാം.
ഒരു കമ്മിറ്റിയെക്കാളും കൂടുതൽ കമ്മിറ്റിയിലൊന്നും ഇല്ലാത്ത ഒരാൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒന്നിനോടൊന്ന് മെച്ചമായി ചെയ്ത എല്ലാ ഇടവകക്കാരെയും അനുമോദിച്ച് എല്ലാ ഭാവുകങ്ങളും മംഗളങ്ങളും അനുഗ്രഹങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒരു കാര്യം കൂടെ ഇതിനൊക്കെ എഴുതി തന്നിട്ടുണ്ട്. പൗലോസ് തിരുമേനിയുടെ വരവ് ഇല്ല എന്ന് ഏകദേശം കൺഫേം ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞു ഈ യോഗം ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള സന്തോഷം ഇതുവരെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ദൈവനാമത്തിൽ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദ ഡോക്ടർ കുര്യാക്കോസ് ഗ്രിഗോറിയോസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇരുട്ടിനെ അടയ്ക്കുന്നത് വെളിച്ചമാണ്. പ്രകാശത്തിന്റെ നാഥനായ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ച് ജീവിക്കുവാൻ, സകല അന്ധകാരത്തെയും ദൂരീകരിക്കുന്ന പ്രകാശം പരക്കുവാൻ ഇന്ന് ഇവിടെ ദീപം തെളിയിക്കുകയാണ്. ഒരു നാളും കെട്ടുപോകാത്ത വെളിച്ചമായി ഈ തിരയിലേക്ക് തീരട്ടെ. കെടാത്ത വിളക്കായി, അണയാത്ത ദീപമായി പ്രവചിക്കുവാൻ, അനേകർക്ക് പ്രകാശമായി തീരുവാൻ ഈ ദൈവാലയം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രദീപം കൊളുത്തി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദയവായിട്ട് ശ്രദ്ധിക്കുക. വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും പങ്കുവെക്കലിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവമായ സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സമ്മേളനം കഴിഞ്ഞാൽ തന്നെ സ്നേഹവിരുന്ന് നടത്തപ്പെടുന്നതാണ്. ഒരിക്കൽ കൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദ കുര്യാക്കോസ് ഗ്രിഗോറിയോസ് തിരുമേനിയോടുള്ള നന്ദി തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ശിലാസ്ഥാപനം മുതൽ ഇന്നേ വരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ഒരു കടമയാണ്. പക്ഷേ മികവുറ്റ ഒരു സമ്മേളനത്തിൽ അത് ദീർഘമായി പോകുന്നത് അനൗചിത്യമാണ്. ഒരു പൊതു അവതരണം നല്ലത് തന്നെയാണ്. ഇടവക അംഗവും ഫിനാൻസ് കമ്മിറ്റി ചെയർമാനും നിരവധരാസന വൈദിക സെക്രട്ടറിയുമായ ബഹുമാന്യനായ MJ ഡാനിയേൽ കശീശായെ സ്നേഹപൂർവ്വം പൊതു അവതരണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിൽ ഘോഷിലായിരിക്കുന്ന അഭിനന്ദനായ പിതാക്കന്മാരെ, പന്നിയറമ്പാശൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ചെറുതല സെന്റ് ജോർജ് കോളേജ് ഗോപാല പള്ളിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ വന്ന് സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ സന്തോഷത്തിൽ വന്ന് പങ്കുചേരുവാനായി കടന്നുകൊണ്ടുള്ള വിശ്വാസികളുടെ സമൂഹമേ, കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹീതമായ പരിശുദ്ധ ദേവാലയം കഴിഞ്ഞ ആറ് വർഷക്കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് ഫലപ്രാപ്തിയിൽ എത്തുവാൻ നമുക്ക് സാധിച്ചത് ദൈവത്തിന്റെ അളവറ്റ കരുണയാലും കൃപയാലും നമ്മുടെയൊക്കെ ഈ പരിശ്രമത്തിന്റെ മികവിനാലും ആണെന്ന് നമുക്കൊക്കെയും അറിയാം. ഒരു ദേശത്ത് ദേവാലയം ഉണ്ടാകുക എന്നുള്ളത് ദേശത്തിന് ഒരു അനുഗ്രഹമാണ് എന്നതിന് യാതൊരു സംശയമില്ല. വേദപുസ്തകത്തിൽ ദേവാലയത്തെ കുറിച്ച് പറയുന്നത് ദൈവം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലം എന്നാണ് ദേവാലയത്തെ കുറിച്ച് പറയുന്നത്. തിരുമനസ്സോടെ പ്രസവിച്ചപ്പോൾ അനുസ്മരിപ്പിച്ചു. വേദനയിൽ വെച്ച് യാക്കോബ് തലേണിയായി ഉപയോഗിച്ച അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കണ്ടത് സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായ ദൈവം വസിക്കുന്ന സ്ഥലമെന്ന് കണ്ട യാക്കോബ് ദേവാലയം പണിതു എന്നാണ് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പരിശുദ്ധ ദേവാലയം പൂർവികന്മാർ നമുക്കിത് കാണിച്ചു തന്ന ഈ സ്ഥലത്ത് തന്നെ അനുഗ്രഹീതമായ ഒരു ദേവാലയം പണിയാൻ നമുക്ക് ഇടയായി തീർന്നു. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അദ്ദേഹം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കഴിഞ്ഞ വർഷക്കാലത്തെ ചരിത്രം സംക്ഷിപ്തമായി നിങ്ങളുടെ എല്ലാം അറിവിലേക്കായി പിതാക്കന്മാരുടെ അനുവാദത്തോടുകൂടി സമർപ്പിച്ചു കൊള്ളട്ടെ. സെന്റ് ജോർജ് പോലെയായ സുറിയാനി പള്ളിയുടെ സംക്ഷിപ്ത ചരിത്രം. ക്രിസ്താബ്ദം 1-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രയിലെ ക്രിസ്ത്യാനികൾ നിരണം സെന്റ് മേരീസ് ഇടവക അംഗങ്ങളായിരുന്നു. 8 മൈൽ, അതായത് 10 കിലോമീറ്റർ അകലെയുള്ള
ദുഷ്കരമായിരുന്നു. ശവസംസ്കാരം നടത്തിയിരുന്നതും ധരണം പള്ളിയിലെ സെമിത്തേരിയിലായിരുന്നു. ഒരിടവപ്പാതി കാലത്ത് ചെരിന്തല മഞ്ചയിൽ കൂടി വള്ളത്തിൽ നിരണത്തേക്ക് കൊണ്ടുപോയ ഒരു മൃതശരീരം കാറ്റിലും കോടിൽപ്പെട്ട് വള്ളം നിറഞ്ഞ് നഷ്ടമായത് തീരാ ദുഃഖത്തിന് ഇടയാക്കി. ഈ സംഭവം ചെന്നിത്തലയിൽ തന്നെ ഒരു പരിശുദ്ധ ദേവാലയം ഉണ്ടാകുന്നതിന്റെ ആവശ്യവും പ്രാധാന്യവും ഒഴിച്ചുകൂടാത്തതാക്കി തീർത്തു. അങ്ങനെ 1863 സെപ്റ്റംബർ മാസം 14-ാം തീയതി പരിശുദ്ധ പത്രോസ് പാത്രീസ് ബാബായുടെ കാലത്ത് അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന മധ്യമാർ ചെന്നിത്തല സെന്റ് ജോർജ് പള്ളി സ്ഥാപിച്ച് കൂദാശ ചെയ്യപ്പെട്ടു. അതായത് നമ്മുടെ പഴയ പള്ളി എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് പള്ളി. കാലം മുന്നോട്ട് പോയതോടുകൂടി ചെന്നിത്തല ഇടവക ഒരു വലിയ ഇടവകയായി വളർന്നു. 1910 ആരംഭിച്ചതായ കക്ഷിതിരിവിന്റെ അലയടികൾ ചെന്നിത്തലയിലും ബാധിച്ചു. പരിശുദ്ധ പാത്രീസ് ബാബായുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പാത്രീസ് പക്ഷത്ത് ഉറച്ചു നിന്നവർ മാതൃദേവാലയത്തിന്റെ നീക്കത്തെ മനസ്സിലാക്കി അതിന്റെ നേതൃത്വത്തിന്റെ ബാബായെ ധിക്കരിച്ചുകൊണ്ടുള്ള നീക്കം മനസ്സിലാക്കിയപ്പോൾ ദേവാലയവുമായി ഇടയുവാനിടയായി തീർന്നു. 1918 സഭാ കേസ് ആരംഭിച്ചു. തുടർന്ന് പള്ളി കൂട്ടേണ്ടതായിരുന്നു. രണ്ടു കൂട്ടർക്കും ആരാധന മുടങ്ങി. പാത്രീസ് പക്ഷത്ത് നിന്നവർ തങ്ങളുടേതായ ദേവാലയം വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് 2-3 സ്ഥലങ്ങൾ നിർദ്ദേശിച്ച് അപേക്ഷ നൽകി. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് ശവസംസ്കാരത്തിലുള്ള അവകാശം മാതൃദേവാലയത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ സ്ഥലത്ത് പള്ളി പണിയുന്നതിന് അന്നത്തെ കൊല്ലം വേഷക്കാർ അതായത് കളക്ടർ അനുവാദം നൽകി. 1921 ഒരു താൽക്കാലിക ഷെഡ് ചാർപ്പിലാക്കി അന്നത്തെ ബാമാകക്ഷിയിലെ മെത്രാപ്പൊലീത്ത ആയിരുന്ന പൗലോസ് മാർ താനാസ്യൂസ് തിരുമേനിയുടെ കൽപ്പന പ്രകാരം മിഖായേലച്ചൻ പിന്നീട് മിഖായേൽ മാർ ദീപനാസ്യൂസ് മെത്രാപ്പൊലീത്ത ആദ്യ കുർബാന അർപ്പിച്ചു. ആ പുണ്യപ്പെട്ട പിതാവാണ് ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ പള്ളി എന്ന് നാമകരണം ചെയ്തത്. പ്രാരംഭകാലത്ത് 80 കുടുംബങ്ങൾ മാത്രമേ പള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇടവക ജനങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിന്റെയും അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള കരുത്തുറ്റ നേതൃത്വത്തിന്റെയും ഫലമായി 1931 പുതിയൊരു പള്ളിപ്പണി ആരംഭിച്ചു. പരിശുദ്ധനായ മോർഗീവർഗീസയുടെ ശരിയായ രൂപത്തിലുള്ളതായ ചിത്രം വരയ്ക്കുന്നതിന് സഹനാ ചിത്രകാരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായി പൂർവികർ പറഞ്ഞ് നമുക്ക് അറിവുള്ളതാണല്ലോ. 1934 മെയ് മാസം 9-ാം തീയതി മിഖായേൽമാർ ദീപനാസ്യൂസ് തിരുമേനി പള്ളി കൂദാശ ചെയ്ത് ആദ്യ ദിവ്യബലി അർപ്പിച്ചു. ചിട്ടയായ പ്രവർത്തനത്തിന്റെയും കഴിവുറ്റ നേതൃത്വത്തിന്റെയും കീഴിൽ സൺഡേ സ്കൂൾ, സ്ത്രീ സമാജം, യൂത്ത് അസോസിയേഷൻ, പ്രാർത്ഥനാ യോഗങ്ങൾ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആത്മീയ പുരോഗതി നേടി. മാതൃദേവാലയമായി ഉണ്ടായിരുന്ന കേസുകൾ തീർന്ന സൗഹൃദത്തിൽ മുന്നേറുവാൻ സാധിച്ചു. 1988 സഭാ സമാധാനത്തോട് കൂടുതൽ സഹകരണം ദേവാലയ ഇടവകാംഗങ്ങളിൽ നിന്നുമുണ്ടായി. സഭാ സമാധാനത്തെ തുടർന്ന് ധരണമുദ്രാസനത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പള്ളിയായി ഓറേത് ചില മുഖ്യരുടെ സ്വതന്ത്രം മൂലം അസ്വീകാര്യമായ ചില നിബന്ധനകൾക്ക് വഴങ്ങാതിരുന്നത് മൂലം മാതൃദേവാലയത്തിൽ ശവസംസ്കാരം നടത്തുന്നതിനുണ്ടായിരുന്ന അവകാശം കർശനമായി നിഷേധിച്ചു. സമാധാനത്തിനും സൗഹൃദത്തിനും വരുതെന്ന് ആഗ്രഹിച്ച് 1989 ജൂൺ മാസം 2-ാം തീയതി ഒരു വൃദ്ധമാതാവിന്റെ ഭൗതിക ശരീരം പള്ളിയുടെ വടക്കുവശത്തുള്ള ഇടവകാംഗമായ തെക്കേക്കുറ്റ ശ്രീ KC കോശിയുടെ വസ്തുവിൽ സംസ്കരിക്കേണ്ടി വന്നു. പിന്നീട് വസ്തു പള്ളി വിലയ്ക്ക് വാങ്ങി 1960 ജനുവരി മാസം 24-ന് പ്രതിനിധി മാർ യൂലിയോസ് ബാബ സെമിത്തേരിയിൽ കുരിശ് സ്ഥാപിച്ച് കൂദാശ ചെയ്തു. 1963 സെപ്റ്റംബർ മാസം 14-ാം തീയതി മാവേലിക്കര തിരുവല്ല റോഡിൽ അഭിമുഖമായി 33 അടി ഉയരമുള്ള ചെന്നിത്തലയിലെ ആദ്യത്തെ കുരിശൻ തൊട്ടി പൗലോസ് മാർ ദീപനാസ്യൂസ് മെത്രാപ്പൊലീത്ത പിന്നീട് ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് കാതോലിക്ക ബാബ കൂദാശ ചെയ്തു. അതിനുശേഷം വാഴക്കുട്ട കടവിലും പള്ളാങ്കടവിലും ഇരമത്തൂരും ഓരോ കുരിശൻ തൊട്ടികൾ പണി കഴിപ്പിക്കുവാൻ ഇടവയ്ക്ക് സാധിച്ചു. ഈ 4 കുരിശൻ തൊട്ടികളും ഇടവകാംഗങ്ങൾ സൗജന്യമായി ദേവാലയത്തിൽ നൽകിയ സ്ഥലത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1971 പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു. 1974 വീണ്ടും കക്ഷിതിരിവുണ്ടായപ്പോൾ 1975 ഫെബ്രുവരി മാസം 3 മുതൽ കുറെ ആഴ്ചകളിൽ പള്ളിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് പള്ളി പോലീസ് നിരീക്ഷണത്തിൽ ആയിരുന്നു. കുറഞ്ഞ കുറെ ഞായറാഴ്ച
ഞായറാഴ്ചകളിൽ ഇടവക ജനങ്ങൾ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ചെറിയിൽ കൂടി 2-3 മണിക്കൂർ പാട്ടും പ്രാർത്ഥനയുമായി ചിലവഴിക്കുക പതിവായിരുന്നു. ജനങ്ങളുടെ ദുസ്ഥിതി കണ്ട് ആരാധനയ്ക്ക് താൽക്കാലിക സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഹാൾ നിൽക്കുന്നതായ സ്ഥലം ഇടവകാംഗമായിരുന്ന സി വർഗീസ് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് തന്നെ 30 സെന്റ് നിലം തലകണ്ടിലായി ടീസ് മാത്യുവിന് കൈമാറ്റം ചെയ്ത് വാങ്ങിയ അവിടെ ചാപ്പൽ വിടുന്നു. ഉണ്ണിസ്രാവനായ കുര്യാക്കോസ് മാർ കൂറിലോസിന് വേണ്ടി 1975 മാർച്ച് മാസം 9-ാം തീയതി ചാപ്പൽ കുദാശ ചെയ്ത് ദിവ്യബലി അർപ്പിച്ചു. 1976 മാവേലിക്കര കോടതിയിൽ നിന്ന് ഓറേബ് പള്ളിക്ക് അനുകൂലമായ വിധിയുണ്ടായി. നിരോധനം മാറി പള്ളിയിൽ ആരാധന പുനരാരംഭിച്ചു. ചാപ്പൽ നിന്ന സ്ഥലത്ത് ഇന്ന് കാണുന്ന പാരിഷ് ഹാൾ പണി കഴിപ്പിച്ചു. ഇടവകയിലെ വീടുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി ഒരു പുതിയ ദേവാലയത്തിന് ആവശ്യമുണ്ടായി. പൂർവികർ നിർമ്മിച്ച പള്ളിയുടെ സ്ഥാനം തന്നെയാണ് ഉത്തമമെന്ന് ആർക്കിടെക്ട് അഭിപ്രായപ്പെട്ടതനുസരിച്ച് ആ സ്ഥാനത്ത് തന്നെ പള്ളി പണിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ത്യോക്യ വർഗീസ് പരിശുദ്ധ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകിയ ശില 2004 ഒക്ടോബർ മാസം 3-ാം തീയതി അഭിജ്ഞ ഇടവക മെത്രാപ്പോലീത്ത ആയിരുന്ന മർക്കോസ് മാർ കൂറിലോസ് തിരുമേനിയും ഇടവക അംഗവുമായിരുന്ന ഗീവർഗീസ് മാർ പോളികാർപ്പോസ് തിരുമേനിയും ചേർന്ന് സ്ഥാപിച്ചു. 1/12/2005 പണി തുടങ്ങി. 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് 2011 മെയ് മാസം 9-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം ശ്രേഷ്ഠ